ഇനി നമ്മൾ വളരെ പെട്ടെന്ന് പോകും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2 ബ്രാഞ്ചോ 3 ബ്രാഞ്ചോ ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പഠിക്കും. ഫംഗ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചിട്ട് നമ്മൾ ഐസോമേഴ്സ് പഠിക്കും. ചാപ്റ്റർ ക്ലോസ് ആവും. ഓക്കെ, നമ്മളിനി പെട്ടെന്ന് പോകും. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2 3 ബ്രാഞ്ചൊക്കെ ഒരുമിച്ചൊരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, 2 3 ബ്രാഞ്ചസ്, 2 3 ബ്രാഞ്ചൊക്കെ വന്നാൽ എങ്ങനെ പേര് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു കോമ്പൗണ്ട് വരയ്ക്കാം. CH3 CH CH3 CH CH3 CH2 CH3. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇവിടെ 2 ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ 2 ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിന് പേര് കൊടുക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോമ്പൗണ്ടിനകത്ത് 2 ഒരേപോലുള്ള ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ബ്രാഞ്ചിൻ്റെ പേര് എഴുതുന്നതിന് മുന്നേ നമ്മളൊരു സംഭവം ചേർക്കണം. 2 ബ്രാഞ്ചുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൻ്റെ പേരിൻ്റെ മുന്നേ ഡൈ എന്ന് ചേർക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 മീഥൈൽ ബ്രാഞ്ചുകളാണ് വന്നത് അല്ലേ. 2 മീഥൈൽ, ഇപ്പം ഞാൻ മെയിൻ ചെയിൻ വരച്ചിട്ട് ഞാൻ പറയുന്ന വിശ്വസിച്ചോ, ഇതാണ് നമ്മുടെ 2 ബ്രാഞ്ചുകൾ. മെയിൻ ചെയിൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 മീഥൈൽ ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഡൈ മീഥൈൽ എന്നാണ്. ഡൈ മീഥൈൽ, 2 എന്ന് പറഞ്ഞാൽ ഡൈ മീഥൈൽ നമ്മൾ എടുത്ത് പറയണം. സപ്പോസ് ഈ കോമ്പൗണ്ടിൽ 3 മീഥൈൽ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കേണ്ടത് ട്രൈ മീഥൈൽ എന്നാണ്. എന്ത് വിളിക്കണം? ട്രൈ മീഥൈൽ എന്ന് വിളിക്കണം. 2 ബ്രാഞ്ചുകളാണുള്ളതിനെ കൊണ്ട് നമ്മൾ ഡൈ മീഥൈൽ എന്ന് വിളിക്കും. 3 ബ്രാഞ്ചുള്ളതിനെ കൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും? ട്രൈ മീഥൈൽ എന്ന് വിളിക്കും. സോ എപ്പോഴും ഓർക്കുക, ഈ ഒരു സാധനം മറക്കരുത്. ഇതൊരു KFC ആണ്, ഇതൊരു സാധനം മറക്കരുത്. എന്ത് ചെയ്യണം? 2 ബ്രാഞ്ചുകൾ ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ മീഥൈലിൻ്റെ കൂടെ നമ്മൾ ഡൈ ചേർക്കണം. 3 എണ്ണം വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ട്രൈ ചേർക്കണം. ഈ സാധനം ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്ന് എണ്ണി നോക്കുക. 1 2 3 1 2 3 4 5 1 2 3 4. സോ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 4, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 3, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 5. അപ്പോൾ ഏതാണ് മെയിൻ ചെയിൻ? ഇതാണ് മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. മെയിൻ ചെയിൻ്റെ പുറത്ത് വന്ന ഈ 2 ആൾക്കാരും എന്താണ്? ബ്രാഞ്ചുകളാണ്. മെയിൻ ചെയിൻ്റെ പുറത്ത് വന്ന 2 ആൾക്കാരും എന്താണ്? ബ്രാഞ്ചുകളാണ്. ഏത് ബ്രാഞ്ചാടാ? എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മീഥൈൽ ബ്രാഞ്ചാണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു മീഥൈൽ ബ്രാഞ്ചാണ്. എങ്ങനെ മനസ്സിലായത് മീഥൈൽ ബ്രാഞ്ചാണെന്ന്? ഒരു കാർബണുള്ള ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീഥൈൽ ബ്രാഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ 2 ബ്രാഞ്ചുകളും എന്താണ്? മീഥൈൽ ബ്രാഞ്ചാണ്. അപ്പോൾ മീഥൈൽ ബ്രാഞ്ചാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഥൈൽ ബ്രാഞ്ചുകളെ എന്ത് ചെയ്യണം? പൊസിഷൻ കണ്ടുപിടിക്കണം. മീഥൈൽ ബ്രാഞ്ചുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കണം. പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും എണ്ണണം, ഇങ്ങോട്ടും എണ്ണണം. ഓക്കെ, നമുക്ക് ആദ്യം അങ്ങോട്ട് എണ്ണണം. അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കുളവാക്കരുത്. ഞാൻ എണ്ണുന്ന സൂക്ഷിച്ച് നോക്കുക. സോ ഞാൻ ആദ്യം 1 2 നോക്കേ, 2ാമത്തെ കാർബണിൽ ആരുണ്ടാ? മീഥൈലുണ്ട്. ഓക്കെ, ഞാൻ എണ്ണ നോക്കിക്കോ. 1 2 2ാമത്തെ കാർബണിൽ ആരിപ്പുണ്ട്? മീഥൈൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോഴേ അയാളെ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുവാണേ. 2ാമത്തെ കാർബണിൽ എനിക്ക് മീഥൈലിനെ കിട്ടി. ഞാനിവിടെ സൈഡിലോട്ട് എഴുതി വെച്ചേക്കുവാണ്. 2ാമത്തെ കാർബൺ എനിക്ക് മീഥൈലിനെ കിട്ടി. 3 3ാമത്തെ കാർബണിലും എനിക്ക് എന്ത് കിട്ടി? മീഥൈൽ കിട്ടി. ഇത് എങ്ങോട്ട് എണ്ണുമ്പോൾ ഉള്ളതാ? ഇങ്ങോട്ട് എണ്ണുമ്പോൾ ഉള്ളതാണേ. അപ്പോൾ ഇങ്ങോട്ട് എണ്ണിയപ്പോൾ എനിക്ക് 2ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും എന്ത് കിട്ടി? മീഥൈൽ കിട്ടി. അങ്ങോട്ട് എണ്ണേണ്ട കാര്യമുണ്ട്, അങ്ങോട്ട് ആരും ഇല്ല. ഓക്കെ, സോ 2 3 ആണ് എൻ്റെ പൊസിഷൻ നമ്പർ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. തിരിച്ച് ഇങ്ങോട്ട് എണ്ണിയപ്പോൾ നോക്കേ, 1ാമത്തെ കാർബണിൽ ഒന്നുമില്ല, 2ാമത്തെ കാർബണിൽ ഒന്നുമില്ല, 3ാമത്തെ കാർബണിൽ ആരുണ്ട്? മീഥൈലുണ്ട് അല്ലേ. 3ാമത്തെ കാർബണിൽ ആരുണ്ട്? മീഥൈൽ. അപ്പോൾ ഞാൻ എണ്ണുവാണ്. 3ാമത്തെ കാർബൺ എനിക്ക് മീഥൈൽ കിട്ടി. 4ാമത്തെ കാർബൺ എനിക്ക് എന്ത് കിട്ടി? മീഥൈൽ കിട്ടി. സോ മീഥൈൽ കിട്ടി. ഇനി പറ, 2 3 ആണോ ചെറുത്? 3 4 ആണോ ചെറുത്? 2 3 ആണോ ചെറുത്? 3 4 ആണോ ചെറുത്? യെസ്, 2 3 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ 2 സൈഡിലോട്ട് എണ്ണുമ്പോഴുള്ള നമ്പേഴ്സ് ഒന്ന് മാറ്റി ഒന്ന് എഴുതി വെച്ചേക്കാം. എന്നിട്ട് നോക്കുക, ആ 2 നമ്പേഴ്സിലും ചെറിയ നമ്പർ ആരാണോ നോക്കിയ 2ഉം 3ഉം ഇങ്ങനെ എടുക്കരുത്. ഇത് രണ്ടും മിക്സ് ചെയ്യരുത്. ഇത് വേറൊരു എണ്ണൽ, ഇത് വേറൊരു എണ്ണൽ, രണ്ടും മിക്സ് ചെയ്യരുത്. ഓക്കെ, സോ നിങ്ങൾ നോക്കേണ്ടത് 2 3 ആണോ ചെറുത്? 3 4 ആണോ ചെറുത്? 2 3 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ നമ്പർ എന്താണ്? 2, 3. നമ്മുടെ പൊസിഷൻ നമ്പർ എന്താണ്? 2, 3. നമ്മുടെ പൊസിഷൻ നമ്പർ 2, 3. ഓക്കെ, ബ്രാഞ്ച് ഏതാണ്? ബ്രാഞ്ച് ഇവിടെ 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ പേര് ഡൈമീഥൈൽ എന്ന് വേണം എഴുതാൻ വേണ്ടി. ബ്രാഞ്ച് ഏതാണ്? ഡൈമീഥൈൽ. മെയിൻ ചെയിൻ ഏതാണ്? മെയിൻ ചെയിൻ ഏതാ? ഓക്കെ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. അപ്പോൾ പേര് പറ.
അപ്പോൾ പേര് പറ. പേരെങ്ങനെ എഴുതുന്നത്? 2,3 2,3 ഹൈഫൺ എത്ര മീഥൈലുണ്ട്? 2 മീഥൈൽ. ഡൈമീഥൈൽ 2,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ. ഇതാണ് അതിൻ്റെ പേര്, 2,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ.